നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭൗതിക സന്തോഷം മാത്രം മതിയാകില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. പണം, പദവി, പ്രശസ്തി, കംഫർട്ട് എന്നിവയെല്ലാം ചേസ് ചെയ്തിരുന്ന നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ ഒരു ശൂന്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഭൗതിക സന്തോഷങ്ങൾക്ക് പുറകിൽ ഇനി പോകേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സോള് വളരെ വലിയ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഭൗതികമായ സുഖങ്ങളിൽ നിന്നും വ്യക്തികളോടുള്ള ഓവർ ഡിപ്പെൻഡൻസിയിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ആകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും കുടുംബവും വർക്കും നിലനിൽപ്പും എല്ലാം പ്രാധാന്യമുള്ളവ തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ സോള് നിങ്ങളെ ആത്മീയതയിലേക്ക് കൂടുതൽ വലിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള മെസ്സേജാണ് തന്നിട്ടുള്ളത്. ആത്മീയതയുടെ പേര് പറഞ്ഞ് ജീവിതത്തിൽ നിന്നും നിങ്ങൾ എസ്കേപ്പ് ആകരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി തന്നെ ആത്മീയതയിൽ നിലനിൽക്കുക, ജീവിതം ജീവിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതപാതയെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ഇതൊരു സ്പിരിച്വൽ ബോണ്ടിങ് ആണ് എന്നുള്ളൊരു മെസ്സേജും ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആത്മീയ സത്യവും അറിയാറായിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ആത്മീയ അറിവുകൾ വളരെ സ്ലോ ആയി നിങ്ങളിൽ എവേക്കനാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾ അവരുടെ ചില ഫീലിങ്സ് മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇന്നും നമുക്കിവിടെ ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ കുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. കാരണം ഇവയെല്ലാം ഉടനടി അറിയേണ്ടവയല്ല, സമയമാകുമ്പോൾ എല്ലാം റിവീലാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളിലിപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ ടോട്ടൽ എനർജിക്കും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ബോധത്തോടെ അതുപോലെ നന്ദിയോടെ ഭഗവാന് മനസ്സാൽ നിങ്ങൾ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ സദാ പോസിറ്റീവായ വാക്കുകൾ മാത്രം പറയുക, സാത്വികമായ എനർജിയിൽ നിങ്ങൾ സദാ നിലനിൽക്കുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പ്യൂരിഫിക്കേഷൻ വേളയിൽ നിങ്ങൾ സ്വയം സജ്ജമായെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥനകളിലൂടെയും നിങ്ങൾ ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുന്നതിലൂടെയും അതുപോലെ ഭക്തിയിലൂടെയും എല്ലാം വളരെ വലിയ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെല്ലാം ഭഗവാനിലേക്ക് കണക്റ്റ് ആകുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്കുള്ള പാത്ത് ക്ലിയർ ആകുന്നതാണ്, ആയാസരഹിതമാകുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളിലൂടെയും അറ്റാച്ച്മെൻറ്റിലൂടെയും പ്രേരണകളിലൂടെയും
പരീക്ഷണങ്ങൾ വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ഇവ ടോക്സിക്കായ റിലേഷൻഷിപ്പ് വഴിയും ഓവർ അറ്റാച്ച്മെൻറ്റ് വഴിയും ഇമോഷണൽ ഡിപ്പെൻഡൻസി വഴിയും ആകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ വേണം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിതം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാനും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുവാനും സത്യം അന്വേഷിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഹയർ വിസ്ഡം നേടിയെടുക്കുവാൻ പ്രാപ്തരായി കഴിഞ്ഞു എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉത്തരമുള്ളത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ, അതുപോലെ സൈലൻസ്, അതുപോലെ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ഇവയെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ള മെസ്സേജ് ഇന്നും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി ചെയ്യുക മാത്രം മതി. ബാക്കി ഔട്ട്കമ്മിനെ കുറിച്ച് ഭഗവാൻ തന്നെ നിയന്ത്രിക്കുന്നതാണ്, ഭഗവാൻ കൈകാര്യം ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭഗവാനുമായുള്ള ബന്ധം ശാശ്വതമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ആ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ലൈഫിൽ മാത്രം ഉള്ളതല്ല, പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഭഗവാനുമായി കണക്റ്റഡ് ആയിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് വരുന്നുണ്ട്, നിങ്ങൾ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് വർക്ക് ചെയ്യുവാൻ തുടങ്ങുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു മേജറായ തീരുമാനം എടുക്കുന്നതിനുള്ള അവസരം വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെയധികം ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ വൈകാരികതയിൽ തീരുമാനം എടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് സന്തോഷം തരുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സോളും അതുപോലെ നിങ്ങളുടെ ഹൃദയവും ഇപ്പോൾ അലൈൻമെൻറ്റിൽ വരുന്ന ഒരു ഘട്ടം കൂടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നാമജപങ്ങൾ മുടക്കരുത്. ഓം നമോ ഭഗവതേ വാസുദേവായ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്നതിനും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് കാമായി നിലനിൽക്കുന്നതിനും എല്ലാം സഹായിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത്. നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് നിങ്ങൾ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നന്ദി, നമസ്കാരം.